സാധാരണ നമ്മളൊരു 50 കഴിഞ്ഞ് കഴിയുമ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സമയമാണ്. പക്ഷേ ഞാൻ പറയുന്ന 50 കഴിയുമ്പോൾ റിട്ടയർമെൻ്റ് അല്ല, ശരിക്കും നമുക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനൊരു 7 വർഷം മുമ്പാണ് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. സാവധാനമായിരുന്നു. ആദ്യമേ ഒരു 10 എണ്ണമായി, പിന്നീട് അത് വളർന്ന് ഇപ്പോൾ ഈ ഒരു സമയത്തോടു കൂടി അത് ഏതാണ്ട് ഒരു 200 ഉൽപ്പന്നങ്ങളോളം ആയിട്ടുണ്ട്. പലരും ചെയ്യാത്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ. ഇനി ഒരു 2 കൊല്ലത്തിനുള്ളിലൊരു 500 എന്നുള്ളൊരു നമ്പറിൽ എത്തിക്കണമെന്ന് ഓർത്താണ് ഞാനിരിക്കുന്നത്. അത് ഞാൻ ചെയ്യും. പക്ഷേ മാമ്പഴത്തിര കഴിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കണ്ണ് നിറയും. ഞാൻ എൻ്റെ മുത്തച്ഛനെ ഓർത്തു, അല്ലെ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ഓർത്തു. അത് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും വന്ന് മാമ്പഴത്തിര മേടിച്ച് കഴിക്കുന്നത്. ശരിക്കൊരു ഹോബി എന്നുള്ള രീതിയിൽ, ടൈം പാസ് എന്നുള്ള രീതി തുടങ്ങിയതാണ്. പക്ഷേ അത് പെട്ടെന്ന് അത് കസ്റ്റമേഴ്സ് അതിനെ ഏറ്റെടുത്തു. അപ്പം നമ്മളോടിങ്ങനെ ഒരു സാധനം മേടിക്കാൻ വരുന്നവർ ചോദിക്കുവാണ്, ഞങ്ങൾക്ക് അതും കൂടെ ചെയ്ത് തരാവോ, ഇന്നതും കൂടെ തരാവോ. അങ്ങനെയാണ് പ്രൊഡക്റ്റ് ഈ 10-ന്ന് 200 അടുത്തായി നിൽക്കുന്നത്. അല്ല, റെസിപ്പി എല്ലാം സ്വന്തം എന്ന് പറയാൻ പറ്റില്ല. കുറേ നമുക്ക് ടെക്നോളജീസ് നമുക്ക് പല KVK കുമരകം, RITTC കോഴായി നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പങ്ക് എൻ്റെ തന്നെ കണ്ടുപിടുത്തമാണ്. അമ്മ നല്ലൊരു കുക്കായിരുന്നു. അപ്പം ഞങ്ങൾ കുഞ്ഞിലേ തുടങ്ങി ഈ അമ്മ ചെയ്യുന്നത് കണ്ടാണല്ലോ നമ്മൾ വീട്ടിലുള്ള പിള്ളേർ പഠിക്കുന്നത്. അന്നൊന്നും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഒരു 50-ന് ശേഷമാണ് ശരിക്കും ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. ഏതാണ്ട് 200 പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ ഓർക്കുക ഇതെന്താ 200 സാധനങ്ങൾ എന്ന് ഓർക്കും. അപ്പോൾ 200 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചക്കയിൽ നിന്നാണല്ലോ. ചക്കയിൽ നിന്ന് പല വെറൈറ്റി പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചക്ക ഉണങ്ങിയത്, ചക്കപ്പൊടി, ജാക്ക് സീഡിൻ്റെ പൗഡർ, ജാക്ക് ഫ്രൂട്ട് ബാറ്, ചക്കപ്പഴം ഇതുപോലെ ഡ്രൈഡ് ക്യാൻഡി, ചക്ക വരട്ടിയ, ചക്ക ബോള്, ജാക്ക് സീഡ് നുട്ടല്ലായ, അങ്ങനെ ചക്കയിൽ നിന്നുള്ള അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ. മാമ്പഴത്തിൻ്റെ കാര്യം എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ മാമ്പഴം ചെറിയ സീസണിൽ തുടങ്ങി ടെൻഡർ മാങ്ങയോ, കണ്ണിമാങ്ങായ, കടുമാങ്ങായ, മാങ്ങ ഉണക്കിയ അച്ചാർ, അതിനുശേഷം മാമ്പഴമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാമ്പഴം ഡ്രൈഡ്, മാങ്ങാപ്പഴം തേനിൽ ഉണക്കിയെടുക്കുന്നത്, മാമ്പഴത്തേര, മാമ്പഴം ജാമ്, അങ്ങനെ മാങ്ങയുടെ ഒരു ഐറ്റം. പിന്നെ ജാതിക്കായാണ്, ജാതിക്കാത്തോണ്ടിൽ നിന്ന് ജ്യൂസ്, ജാമ്, ക്യാൻഡി, ടീ, ചമ്മന്തിപ്പൊടികൾ, അങ്ങനെ. അതുപോലെ നമ്മുടെ കോക്കനട്ട്, തേങ്ങയിൽ നിന്നാണ് തേങ്ങാ ചമ്മന്തിപ്പൊടി, മറ്റേ ചെമ്മീൻ ചമ്മന്തിപ്പൊടികൾ. ഇപ്പം അവസാനമായിട്ട് ഞാൻ ചെയ്തൊരു പ്രോഡക്റ്റാണ് നമ്മുടെ കാച്ചിമോരിൻ്റെ ഒരു പൗഡർ. സാധാരണ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ തേങ്ങ ചിരണ്ടാൻ പോകണം, ഇഞ്ചി ചിരണ്ടാൻ പോകണം, വെളുത്തുള്ളി, അങ്ങനെ ആ കാച്ചിമോരിന് വേണ്ട ഇതെല്ലാം കൂടി ഒന്നിച്ചൊരു പൗഡറാക്കി. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ മോര് കാച്ചണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇപ്പോൾ ഈ പൗഡർ ചേർത്ത് തൈരും ഉടച്ചൊഴിച്ച് കഴിഞ്ഞാൽ കാച്ചിമോരായി. അതുപോലെ തീയൽ പേസ്റ്റ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം തേങ്ങ വറുത്ത പരുവത്തിലാക്കി അരച്ചെടുക്കണേ. അതിനെ തീയലിൻ്റെ എന്ത് സാധനം, ഇപ്പോൾ ഉള്ളിയോ ഇഞ്ചിയോ അത് മാത്രം നമ്മൾ വാട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടും കൂടി അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ തീയലായി. അങ്ങനെ അതുപോലെ പംകിൻ്റേത്, ഇപ്പോൾ എന്ത് സാധനം കൈ കിട്ടിയാലും അതിൽ നിന്ന് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ചെയ്യാവുന്നുള്ളത് ഞാനിങ്ങനെ എൻ്റേതായ രീതിയിലുള്ള പരീക്ഷണങ്ങളാണ്. പ്ലസ് ടെക്നോളജിയും കൂടെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും അധികം ഉൽപ്പന്നങ്ങളിൽ കൈവച്ചിട്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വെറൈറ്റി പ്രൊഡക്റ്റുകളും ഏറ്റവും കൂടുതൽ നമ്പേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നവർ. നമ്മുടെ ഹോബിയും പാഷനും എല്ലാം കൂടെ നമ്മൾ ബിസിനസ്സിലോട്ട് കടത്തിയപ്പോഴത്തേക്കും എനിക്കതൊരു മടുപ്പില്ല. അല്ലാത്തവരെ കൊണ്ട് അത് പറ്റില്ല. ഒരു 3-4 പ്രൊഡക്റ്റിൽ അവർക്ക് നിർത്താനേ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പിക്കിളങ്ങ് ചെയ്യും. പിക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി പിക്കിൾ. ഞാനും എല്ലാ പിക്കിളുകളും ചെയ്യുന്നുണ്ട്, കൈ കിട്ടുന്ന എല്ലാം. പിന്നെ എന്നെക്കാളും താല്പര്യത്തിലാണ് എൻ്റെ ജോലിക്കാരി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട, നമുക്ക് ചെയ്ത് നോക്കാവുന്നേ. അപ്പോൾ അങ്ങനെയും കൂടെ ഒരു സപ്പോർട്ട് കൂടെ ഉള്ളപ്പോൾ പിന്നെ നമുക്ക് ഒന്നും പറയാം. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ട്. ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ പാക്ക് ചെയ്ത് അഡ്രസ്സും എഴുതി അത് DTDC ഓഫീസിൽ സാധനം എത്തിക്കുള്ളൂ. അപ്പം അങ്ങനെ എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ടുകൾ വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ വളരാൻ സാധിച്ചു എന്നുള്ളതാണ്. തുടക്കത്തിലേക്ക് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, മികച്ച വനിതാ കർഷക, അങ്ങനെ പല കാറ്റഗറിയിൽ. മണിങ്ങാട്ടുപള്ളി കൃഷിഭവനും പഞ്ചായത്തും നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കും കൂടെ കൂടിയുള്ളൊരു
കോമ്പറ്റീഷനായിരുന്നു. അപ്പം ഞാനൊരു വേറിട്ട ഒരു മാർഗ്ഗം അതിനകത്ത് കുറേ വാല്യൂ ആഡഡ് പ്രോഡക്റ്റും കൂടി അതിനകത്ത് അങ്ങ് വെച്ചു. അപ്പം അന്ന് ഒരു ജോസ് മണക്കാട്ട് സാറാണ് അന്ന് കൃഷി ഓഫീസറായിട്ട് അവിടെ ഇരിക്കുന്നത്. സാറപ്പം അതിനെ നല്ല രീതിയിൽ പ്രോത്സാഹനം തന്നു എന്നുള്ളതാണ്. അന്ന് തുടങ്ങിയതാണ് ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കൂടുതൽ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മുടെ പറമ്പിലെ ഉൽപ്പന്നങ്ങൾ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും അതിനകത്ത് കാണുന്ന വലിയൊരു മേന്മയായിട്ട് പറയുന്നത് യാതൊരു പ്രിസർവേറ്റീവോ കളറോ ചേർക്കുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, അതുപോലെ വീട്ടിൽ രോഗികളായിട്ടിരിക്കുന്നവർക്ക്. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആണ്. വില അവർക്ക് വിഷയമേ അല്ല. ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അവർ വില ചോദിക്കുന്നതില്ല, അവർക്ക് ഇന്ന നല്ല സാധനം. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഒരു 6 മാസം മുമ്പ് വളരെ രസം തോന്നി. കോട്ടയത്തു നിന്ന് ബനാന പൗഡർ മേടിക്കാൻ ഇവിടെ വന്നേക്കുവാണ്. ബനാന പൗഡർ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അവർക്ക് നമ്മളിലുള്ള വിശ്വസ്തത കൊണ്ട് അവരിവിടെ വന്ന് സാധനം എടുത്തുകൊണ്ട് പോയത്. അങ്ങനെ എറണാകുളം, കോട്ടയം, ട്രിവാൻഡ്രത്ത് നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വന്ന് സാധനം എടുക്കുന്നത്. എല്ലാ ഈ സെയിൽ ചെയ്യുന്നവരും പറയുന്ന വലിയൊരു ബുദ്ധിമുട്ട് പറയുന്ന കാര്യം അവർക്ക് സാധനം വിൽക്കാനുള്ള ബുദ്ധിമുട്ട്. മാർക്കറ്റിംഗ് ആണ് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. കാരണം സാധനങ്ങൾ ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാം, പക്ഷേ അത് മാർക്കറ്റിംഗ് ആണ് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എനിക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടല്ല. കാരണം നമ്മൾ നല്ല സാധനങ്ങൾ, ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ അന്വേഷിച്ച ആൾക്കാർ വന്നോളും. അതുകൊണ്ടാണ് നമ്മളിവിടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല. നമ്മളെ അന്വേഷിച്ച ആൾക്കാർ വരും. ബീസ് ഓഫ് ബീന എന്നുള്ള പേരിലാണ്. പക്ഷേ ഞാൻ ഒരു ഷോപ്പുകളിൽ ഇത് കൊടുക്കുന്നില്ല. നമ്മൾ നേരിട്ട് കൊടുക്കുന്നു. ഒരു 3-4 ദിവസം കൊണ്ട് കിട്ടുന്നിടത്താണെങ്കിൽ അത് കൊറിയർ അയച്ചു കൊടുക്കും. കാരണം പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാത്തത് കൊണ്ട് ഇതിന് ഷെൽഫ് ലൈഫ് കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് കസ്റ്റമേഴ്സ് കൂടുതൽ ഈ സാധനം എടുക്കാൻ വരുന്നതും. പ്രിസർവേറ്റീവ് ഇല്ലാത്ത സാധനം ഇന്ന് ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡാണ് അതിന്. അതിപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കൊരു മാർക്കറ്റിംഗ് ഏറ്റവും എളുപ്പം സോഷ്യൽ മീഡിയാസാണ്. സോഷ്യൽ മീഡിയാസുകളിൽ നമ്മൾ ആക്റ്റീവായിരുന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളുണ്ടാക്കുന്ന സാധനം നമ്മുടെ ആ ചുറ്റുവട്ടത്ത് തന്നെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നമ്മളെപ്പോലെ തന്നെ 10 പേര് അതിൻ്റെ വട്ടത്തിൽ കാണും. അപ്പം നമ്മൾ കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിച്ച് നമ്മൾ സോഷ്യൽ മീഡിയാസാണ് ഏറ്റവും നല്ലൊരു വഴി കണ്ട് നമുക്ക് സാധനങ്ങൾ സെയിൽ ചെയ്യാൻ. അതെ, കൃഷി നഷ്ടം എന്ന് പറഞ്ഞാൽ സീസണായി കഴിയുമ്പോഴത്തേക്കും ആ സാധനങ്ങൾക്ക് വില കിട്ടില്ല. അപ്പോൾ ഏത് പ്രൊഡക്റ്റാണേലും നമ്മൾ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ആ സാധനത്തിന് വിലയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ബൈ പ്രൊഡക്റ്റുകൾ അതിൽ നിന്ന് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ സാധനത്തിന് വിലയില്ല എന്ന് പറയുന്നതിന് ഇപ്പം ചില സമയത്ത് തേങ്ങയ്ക്ക് വിലയേ ഇല്ല. ആ തേങ്ങയെ നമ്മൾ ചമ്മന്തിപ്പൊടിയാക്കി, അല്ല വെന്ത വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര 100 ഗ്രാമിന് 90 രൂപയോ 190 രൂപ. 100 ഗ്രാം വെളിച്ചെണ്ണയുടെ വിലയാണ് 190 രൂപ. അപ്പോൾ അതിന് നമുക്കൊരു ഹാർഡ് വർക്ക് ചെയ്യാൻ, അല്ല നമുക്കതിന് പണിയെടുക്കാനൊരു മനസ്സുണ്ടെങ്കിൽ ഒരു തേങ്ങയ്ക്ക് 15 രൂപയുള്ള തേങ്ങയുടെ സാധനങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ കിട്ടും അതിൻ്റെ വില? വെന്ത വെളിച്ചെണ്ണ മാത്രം ആക്കിയാൽ മതി. നല്ല ഡിമാൻഡുള്ള സാധനമാണ്. നമുക്ക് എന്താണ് മാർക്കറ്റിൽ ആവശ്യമുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് സാധനം മേടിച്ചു കൊടുക്കാനും പേരൻസ് നല്ല സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ. ഈ വെന്ത വെളിച്ചെണ്ണയാണ് പലരും കുഞ്ഞുങ്ങളെ ദേഹത്ത് തേപ്പിക്കുന്നത്. ചിലർ പറഞ്ഞേക്കാം ഉള്ളി വരെ കഴിക്കാൻ കൊടുക്കാവുന്ന നല്ല സാധനമാണ് മേടിച്ചു കൊടുക്കും. ചമ്മന്തിപ്പൊടി ഇപ്പം മെഷീനുണ്ട് തേങ്ങ ചെണ്ടാനൊക്കെ. അങ്ങനെ ഒരു മെഷീനുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തേങ്ങ ചമ്മന്തിപ്പൊടി ചെയ്ത് കൊടുക്കാം. പക്ഷേ അതിനകത്ത് നല്ല രീതിയിൽ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർക്കണം. പലരും ഇങ്ങനെ ചമ്മന്തിപ്പൊടി ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ വെന്ത വെളിച്ചെണ്ണ എടുത്തതിന് ശേഷമുള്ള തേങ്ങയിൽ ചമ്മന്തിപ്പൊടി ചെയ്യുമെന്ന് പറഞ്ഞേക്കാം. രണ്ടിനും തമ്മിൽ അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നല്ല സാധനങ്ങൾ കൊടുത്തോളുക. അതിൻ്റെ അകത്ത് വരുന്ന ആ ചിലവ് നമ്മൾ അധികം കാൽക്കുലേറ്റ് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് പ്രീമിയം വിലയ്ക്ക് തന്നെ സാധനം വിൽക്കാൻ പറ്റും. എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ വളരെ പ്രീമിയം വിലയ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷേ അതിന് ഒരിക്കൽ പോലും ആരും എന്നാ വിലയാണെന്നോ ഇന്ന വില കാരണം ഞങ്ങൾക്ക് സാധനം വേണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മളൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിലൊരു സാധനം ചെയ്യണമെന്ന് വെക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റോ മെറ്റീരിയൽസ് പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ആ കിട്ടുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മാക്സിമം നമ്മുടെ പറമ്പിലുള്ള ഓരോ കുഞ്ഞു സാധനത്തെയും
വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാതിക്കാത്തതുകൊണ്ട് പണ്ട് കാലത്ത് ഇങ്ങനെ പറമ്പിൽ അടിഞ്ഞുകൂടി കൊതുക് കാരണം മനുഷ്യർക്ക് പറമ്പിൽ കൂടെ നടക്കാൻ മേലാഞ്ഞു. പക്ഷേ ഇപ്പം KVK കുമരകത്തുള്ള ജിഷാമാമാണ് ഈ ജാതിക്കാത്തൊണ്ടിൻ്റെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജിഷാമാമിൻ്റെ ക്ലാസ്സുകൾ കേട്ട് ഇപ്പം നല്ലൊരു പങ്ക് ആൾക്കാരും ജാതിക്കാത്തൊണ്ടിൽ നിന്ന് പലതരത്തിലുള്ള ജ്യൂസ്, ജാമ്, പിക്കിൾസ്, ക്യാൻഡീസ്, ബാറ്, ടീ, പൗഡർ, ചമ്മന്തിപ്പൊടി, അങ്ങനെ പല പ്രൊഡക്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. ഈ ശംഖുപുഷ്പ പൂക്കളായിരുന്നു ആദ്യമേ, ഇഷ്ടംപോലെ പൂക്കളുണ്ട്. അതിപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ഞാൻ ആദ്യമേ അതിനെ സ്ക്വാഷാക്കി. അപ്പോൾ സ്ക്വാഷിന് പിള്ളേർക്ക് ഭയങ്കര ഡിമാൻഡെന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല, അതിൻ്റെ ആ കളറും. അപ്പോൾ പിള്ളേർ ഒരുവിധം കൊച്ചുമക്കളുള്ള വീട്ടുകാരെല്ലാം സാധനം മേടിക്കും. അതിനുശേഷം റോസപ്പൂവ് നമ്മുടെ, അപ്പോൾ റോസപ്പൂ ഇങ്ങനെ പകൽ മുഴുവൻ അതിനെ കാണാൻ നിർത്തും, വൈകിട്ട് അതിനെ പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് അതുകൊണ്ട് ഞാൻ അതിനെ ജാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ റോസ് പെറ്റലിൻ്റെ ജാമിന് ഭയങ്കര ടേസ്റ്റാണത്. അതിൻ്റെ ആ ഫ്ലേവറും അതിൻ്റെ ആ കളറും, നമ്മൾ യാതൊരു കളറും ചേർക്കണ്ട, അതും ഭയങ്കര ഡിമാൻഡ്. പക്ഷേ അതൊന്നും നമുക്ക് വലിയ ക്വാണ്ടിറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള പൂക്കൾ എടുക്കണം. പുറത്തുനിന്ന് വരുന്ന പൂക്കൾ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് വിഷമടിച്ച സാധനങ്ങളാണ്. അങ്ങനത്തെ കൂട്ട് ജൈവ രീതി കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ എടുത്താണ് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത്. ഞാൻ ഡ്രൈഡ് മാംഗോ ഹണിയിൽ ചെയ്യാറുണ്ട്, തേനിനകത്ത്. അത് ഒരുപാട് പ്രൊഡക്റ്റുകൾ, ക്യാൻഡീസ് എല്ലാം ചെയ്യുന്നത് ഹണിയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അതിനെ നമ്മൾ ഡ്രൈ ആക്കിയാണ് ചെയ്യുന്നത്. അതിനും ഡിമാൻഡുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ് അത് ചെയ്യണേൽ. കാരണം തേനിനകത്തോട്ടൊരു സാധനം, എന്ത് സാധനം തേനിനകത്തോട്ട് ഇട്ട് കഴിയും തേൻ അതിൻ്റെ വെള്ളം പോലെയാകും. അപ്പോൾ ആ തേനിനകത്ത് നമ്മൾ ആ സാധനത്തെ വീണ്ടും എടുക്കണം. അങ്ങനെ എടുത്ത് നമ്മൾ പല പ്രാവശ്യം, ഇപ്പോൾ തേൻ നെല്ലിക്ക ഇഷ്ടം പോലെ മേടിക്കാൻ കിട്ടും വളരെ കുറഞ്ഞ അളവിൽ. അതിനകത്ത് അവർ ഒഴിക്കുന്ന 1 സ്പൂൺ തേനായിരിക്കും. നമ്മൾ 1 കിലോ തേൻ നെല്ലിക്ക ചെയ്യണമെങ്കിൽ ഏതാണ്ട് 1 കിലോ തേനിലാണ് തേൻ നെല്ലിക്ക ചെയ്യുന്നത്. അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഹണി പേസ്റ്റ് ഞങ്ങളെ പഠിപ്പിച്ചു. അതൊരു ജോൺസൺ എന്ന് പറഞ്ഞ സാറാണ് ഹണി പേസ്റ്റ് പഠിപ്പിച്ചത്. ഹണി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തവിടാണ് അതിൻ്റെ ബേസ്. ആ തവിടിനകത്ത് തേനിനാണ് ആ തവിടിനെ കുഴയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും തേനുള്ളിപ്പോയ പ്രശ്നമില്ലാത്ത സാധനങ്ങൾ. പിന്നെ കുറേ അല്ലാത്ത മാവിലയും അങ്ങനെ ആര്യവേപ്പിൻ്റെ ഇലയും അങ്ങനെ കുറേ നല്ല നല്ല സാധനങ്ങൾ ചേർത്താണ് അത് ചെയ്യുന്നത്. അങ്ങനെയുള്ള വളരെ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം അധികം ആരും ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് നമ്മുടെ കുമ്പളങ്ങായ കൊണ്ട് നമുക്ക് നല്ല ഒന്നാം തരം ക്യാൻഡീസ്, ഹൽവായ ഒക്കെ ചെയ്യാൻ പറ്റും. ജ്യൂസ് വരെ ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ പംകിൻ്റെ ചെയ്യുന്നത്, പംകിൻ്റെ പുട്ട് പൗഡറൊക്കെ വളരെ ഗുണമേന്മയുള്ളൊരു സാധനമാണ്. പംകിൻ എന്ന് പറഞ്ഞാൽ മത്തങ്ങയ്ക്ക് വലിയൊരു വിലയുള്ള സാധനമല്ല. പക്ഷേ നമുക്കതിനെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാക്കി മാറ്റിക്കഴിയുമ്പോഴത്തേക്കും ആ മത്തങ്ങ വരെ വളരെ വിലപ്പെട്ട ഒരു സാധനമാണ്. ആണെങ്കിൽ ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്നത്, ജ്യോതി എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചെയ്യുന്നത്, ചുമ്മാ ഇരിക്കാൻ മേലെ എന്തിനാണ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് ആ ചുമ്മാ ഇരിക്കുന്നതിലും ഇഷ്ടം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പം അന്നേരം നമുക്ക് നല്ല ശരിക്കും ഹാർഡ് വർക്ക് തന്നെ ചെയ്യുവാണ്. നല്ല പണിഭാരമുണ്ട്. കാര്യം സഹായിക്കാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മളിവിടെ വന്ന് ഫോണും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളും അവരുടെ കൂടെ തന്നെ രാവിലെ തുടങ്ങി അങ്ങ് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ ഒപ്പം ജോലിക്കാരുടെ കൂടെ നിന്ന് നമ്മുടെ ഒരു കണ്ണ് അവർ ചെയ്യുന്നിടത്തും എല്ലായിടത്തും നമ്മുടെയും കൂടെ ഒരു നോട്ടം വേണം. അവർ ചെയ്തോളും, അവർക്ക് നമ്മളെക്കാളും നല്ലപോലെ അറിയാം. എങ്കിലും നമ്മളും കൂടി അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്കും ഒരു സപ്പോർട്ടാണ്. ഞാൻ തന്നെയല്ല, ചേച്ചിയും കൂടി എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കൂടെ നിന്ന് ചെയ്യുക. പിന്നെ ഇത്രയും എപ്പോഴും എനിക്ക് പറയാനുള്ളൂ, നല്ല സാധനങ്ങൾ. ഇപ്പം മുളകാണെങ്കിൽ നമ്മൾ മേടിച്ച് കഴുകി ഉണക്കി അതിൻ്റെ ഞെട്ട് കളഞ്ഞ് ആണ് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ നമുക്കൊരു സാധനം പുറത്തുനിന്ന് കിട്ടില്ല. ചെയ്യുന്നവർ കാണും, എങ്കിലും വളരെ റയറാണ് അങ്ങനെ കിട്ടുന്നത്. അങ്ങനെ ഓരോ സാധനങ്ങളും ഒരുപാട് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഞങ്ങൾ ചെയ്താൽ വിജയിക്കുമോ, ഞങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് പറയാറുണ്ട്, ബീനായ്ക്ക് എന്ത് സുഖമാണ്, ബീന എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ബീനായ്ക്ക് ചുമ്മാ വീട്ടിലിരുന്നാൽ പോരെ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുള്ളത്.
അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. അവനവൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവനവൻ അതിനകത്തോട്ട് ഇറങ്ങുക. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സാവധാനം നമുക്കതിൽ നിന്ന് കരകയറാൻ പറ്റും. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നമുക്ക് ഇരിക്കാനേ പറ്റുകയുള്ളൂ. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കും അതുപോലെ പാർട്ട് ടൈം ജോലിയിലും ഇരിക്കുന്നവർക്കും ചെയ്യാൻ പറ്റിയ വേറൊരു കൃഷിയാണ് നമ്മുടെ തേനീച്ച പരിപാലനം. തേനീച്ച പരിപാലനം കൊണ്ടുള്ള ഗുണങ്ങൾ രണ്ടാണ്. ഒന്ന്, നമുക്ക് ഇൻകം, തേനിൽ നിന്നും മറ്റ് വാക്സിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ. അത് കൂടാതെ മെയിനായിട്ടുള്ള തേനീച്ച പരിപാലനം കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിലുള്ള പോളിനേഷന്, വിളവുകളെ ഇരട്ടിയാക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ തേനീച്ച കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതൊന്ന് പഠിച്ചെടുക്കാൻ. ഇന്ന് തേനീച്ച കൃഷി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എല്ലാ സ്ഥലത്തും അത് പഠിപ്പിക്കാനുള്ള ഏജൻസികളും അതിനുള്ള സബ്സിഡീസും അതുപോലെ പെട്ടി കാര്യങ്ങൾ എല്ലാം നമുക്ക് ലഭിക്കാനുണ്ട്. ഇപ്പം ഞാനൊക്കെ എൻ്റെ വീട്ടിൽ പോയി ഞാനാണ് എൻ്റെ ബ്രദറിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ തേനീച്ച കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു 50 കഴിഞ്ഞ് കഴിയുമ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സമയമാണ്. പക്ഷേ ഞാൻ പറയുന്ന 50 കഴിയുമ്പോൾ റിട്ടയർമെൻ്റ് അല്ല, ശരിക്കും നമുക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പീരീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിത്തം, പിന്നീട് കല്യാണം, അതിനുശേഷം മക്കളുടെ കൊച്ചുമക്കളെ വളർത്തൽ, പേരൻസ് കൂടെയുണ്ട്, പേരൻസിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാത്തിൻ്റെ ശേഷം നമ്മളൊന്ന് ഫ്രീ ആകുന്നതൊരു 50-നും 55-നും ഇടയ്ക്കാണ്. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും റിട്ടയർഡായിട്ട് വീട്ടിലിരിക്കുക. ഓൾമോസ്റ്റ് എല്ലാ വ്യക്തികളും ചെയ്യുന്ന കാര്യമാണ് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ ഡൗൺ ആവുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഫുൾ ടൈം കർമ്മനിരതരായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മെൻ്റലി മാത്രമല്ല ഫിസിക്കലിയും കൂടെ നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കും. ഇന്ന് പലരും ഫിസിക്കലി ഹെൽത്താണ്, പക്ഷേ മെൻ്റലി ആൾക്കാർ അൾസിമേഴ്സ് അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വലയുവാണ്. അതിൻ്റെ മെയിൻ കാരണം ചുമ്മാ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം, നമ്മൾ 50 എന്ന് പറയുന്ന ഒരു പ്രായമേ അല്ല, നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും പറ്റിയ കാര്യങ്ങൾ, ചിലർക്കിപ്പം എൻ്റെ മോള് ചെയ്യുന്നതാണ് ഡ്രസ്സിൻ്റെ കാര്യങ്ങളാണ്, നമുക്കൊരു ഓൺലൈൻ ബുട്ടിക്കുണ്ട്. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും എന്താണോ താല്പര്യമുള്ള, ചിലർ കേക്ക് ചെയ്യുന്നവർ, താല്പര്യമുള്ള സബ്ജക്റ്റിലോട്ട് തിരിയുക, പ്രവർത്തിക്കുക. പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ അവനോന് വളരെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തായിട്ട് ജീവിക്കാൻ പറ്റും. മോൾക്കൊരു ഓൺലൈൻ ബൊട്ടിക്ക്, ടെസാന എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ബൊട്ടിക്കുണ്ട്. മോളാണ് എൻ്റെ ഡ്രസ്സസ് മുഴുവനും മോളാണ് ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ പാലാ കോപ്പറേറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ട്. ഇപ്പം ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. തേനീച്ച കൃഷിയും പിന്നെ ഈ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിൻ്റെയും ക്ലാസ്സുകളും നൽകുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ഉടനെ ഒന്നും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പ്ലാനില്ല. പുതിയത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ദൈവാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോളും.